റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥിയും BJP നേതാവുമായ സുരേഷ് ഗോപിയാണ് നമ്മോടൊപ്പം റാപ്പിഡ് ഫയറിൽ ചേർന്ന്. വെൽക്കം സർ, റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ മുഖ്യ എതിരാളി ആരായിരിക്കും? സുനിൽകുമാർ ആയിരിക്കുമോ അതോ മുരളീധരനായിരിക്കുമോ? ജനങ്ങൾ എതിർക്കുന്നവർ എൻ്റെ എതിരാളികൾ. കേരളത്തിലെ BJPയുടെ ശരിയായ എതിരാളി CPIM ആണോ കോൺഗ്രസ് ആണോ? ജനങ്ങളുടെ എതിരാളിയാണ് BJPയുടെ എതിരാളി. തൃശ്ശൂർ ഇങ്ങെടുക്കുമെന്നുള്ള ഒരു ഹിറ്റ് പ്രയോഗം ആ സ്പോട്ടിൽ വന്നതായിരുന്നു അതോ നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞാണോ? ഒന്നുമില്ല, ദൈവം സത്യം, അത് അന്നേരം വന്നതാണ്, വൈകാരികമായിട്ട് പറഞ്ഞത്. തൃശ്ശൂർ കഴിഞ്ഞാൽ മത്സരിക്കാൻ ഇഷ്ടം തോന്നുന്ന മറ്റൊരു മണ്ഡലം ഏതാണ്? ആലപ്പുഴ എനിക്കിഷ്ടമാണ്, കണ്ണൂർ ഇഷ്ടമാണ്, തിരുവനന്തപുരം പെരുത്ത് ഇഷ്ടമാണ്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം, സിനിമ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ മറ്റൊന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നിയാൽ ഏത് മേഖലയായിരിക്കും വിടുക? ഇല്ല, അങ്ങനെ ഒന്ന് മാറ്റി നിർത്തേണ്ടി വരില്ല എന്ന് പറയുന്ന ആത്മവിശ്വാസം. കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഏതായിരിക്കും? എനിക്ക് തോന്നുന്നില്ല മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും തടസ്സങ്ങളുണ്ടോ അതേ തടസ്സമേ ഉണ്ടാവും. കേരളത്തിൽ BJPക്ക് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും? അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ നേതാക്കളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇയാൾ BJPയിലേക്ക് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്ന മറ്റു പാർട്ടികൾ ഒരു യുവ നേതാവിനെ പറഞ്ഞാൽ? അത് ഞാൻ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ നേതാക്കന്മാരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നതിനൊന്നും പാത്രമാവാൻ എനിക്കോ എൻ്റെ ചിന്തയ്ക്കോ സാധിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മികച്ചൊരു ആരായിരുന്നു? ഇടതുപക്ഷത്തിൽ ഞാൻ ഇപ്പോഴും ആരാധനയോടെ തിരിച്ചു വന്നാൽ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കാനും പോവും, വോട്ട് ചെയ്യാനും നിൽക്കും. അത് സഖാവ് VK നായർ. രമേശ് ചെന്നിത്തലയായിരുന്നു VD സതീശനാണോ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്? അല്ല, അത് അവരുടെ പാർട്ടിക്കാരോട് ചോദിക്കുക, ജനങ്ങളോട് ചോദിക്കുക. മോദിയെയാണോ അമിത്ഷായെയാണോ കൂടുതൽ ഇഷ്ടം? ഇതൊരു കൂട്ടമാണ്. BJP എന്ന് പറയുന്നത് കൂട്ടമാണ്. അതിൽ മോദിജിക്ക് തികയാത്തത് അമിത്ഷാജി തികയ്ക്കും, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ ഒരു 50 പേരുടെ പേര് ഞാൻ പറയേണ്ടി വരും. അശ്വിനി വൈഷ്ണവ്, നിർമ്മല സീതാരാമൻ, അനുരാഗ് ഠാക്കൂർ, രാജ്നാഥ് സിംഗ് ജി, അങ്ങനെ ഒരു നിര. ദേശീയ തലത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. MP ആയാൽ തൃശ്ശൂരിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ആദ്യം ചെയ്യുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഇത് ആദ്യാവസാനം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പ്രതീക്ഷകളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. അതിൽ ഒരു 2-3 കാര്യങ്ങൾ ഇവിടുത്തെ മേയറുമായിട്ട് സംസാരിച്ച് അതിൻ്റെ രൂപരേഖയും തയ്യാറായിട്ടുണ്ട്. ശക്തൻ മാർക്കറ്റ്, ഒരു വിസ്ഡം സെൻറ്റർ, ഇന്ത്യയിൽ നിന്ന് എവിടെയും ഇല്ലാത്ത ഫാക്കൽറ്റീസിന് ഒന്ന് കൊണ്ടുവന്ന് ചേർക്കുന്ന ഒരു വിസ്ഡം യൂണിവേഴ്സിറ്റി, വിസ്ഡം സെൻറ്റർ, അത് കവളപ്പാറ ആ ഭാഗത്ത് എവിടെയെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും. പിന്നെ ഒരു ക്രോസ് കണക്ട് ടു കുന്നംകുളം for Guruvayur from Mannuthy and then further down to Ponnani Road, NH70. മറ്റു പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ BJPയിൽ എത്തുന്നവർക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പരിഗണനയല്ലല്ലോ, അവർക്ക് അർഹിക്കുന്നത് അവർക്ക് കിട്ടും. ഭീമൻ രഘു, രാജസേനൻ, ഇവർ BJP വിട്ടുപോയതിൽ എന്തെങ്കിലും? അതൊക്കെ അവരുടെ താല്പര്യമാണ്, ഞാൻ ഒന്നും പറയാൻ പാടില്ല. കൂടുതൽ ഡാമേജ് BJPക്ക് ഉണ്ടാക്കിയത് ഇതിൽ ആരായിരിക്കും? അറിയത്തില്ല, അങ്ങനെ ഒരു കാര്യം എൻ്റെ പാർട്ടി അവലോകനം ചെയ്തിട്ടേ ഇല്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ നിമിഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി. Yes. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം സിനിമാ രംഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇല്ല, പക്ഷേ മോദിജിയെ കാണാൻ പോയതിന് ശേഷം അനുഭവിക്കേണ്ടി വന്നു. ഇഷ്ടപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെ പറയാമോ ദേശീയ തലത്തിൽ? ഇന്ദിരാഗാന്ധിയാണ് എക്കാലത്ത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റാപ്പിഡ് ഫയറിൽ സുരേഷ് ഗോപി ഉത്തരം പറയാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തൃശ്ശൂരിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു 2 ഹോട്ടലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ? അയ്യോ, 2 പറയാനൊക്കത്തില്ല, ഒരുപാട് വീടുകളുണ്ട്. എങ്കിലും ഒരുപാട് വീടുകളുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോയി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ. പിന്നെ ഈ കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന സെൻറ്റർ, അതിൻ്റെ 2ാമത്തെ സെൻറ്ററിൽ ഇന്നലെ ഞാൻ പാട്ടരാക്കിലും പോയിരുന്നു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഭരത് ഹോട്ടലുണ്ട്, അതുപോലെ ഗോപീസ് ഹോട്ടൽ, നല്ല ഉഗ്രൻ. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഭയങ്കര ഫാനാണ്. എനിക്ക് അവിടെ വിട്ടൊരു നല്ല മസാല ദോശ കിട്ടിയത്. ബീട്രൂട്ട് ആണ് താല്പര്യം? അല്ലല്ല, ബീട്രൂട്ട് മസാല ദോശയാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇവിടെ ബീട്രൂട്ട് ആയിരുന്നില്ല. പക്ഷേ അവിടെ ഒരു പുതിയ റെസിപ്പി ഞാൻ ചെയ്യുന്നുണ്ട്. ന്യൂ ഗോപീസ് ഹോട്ടലിൽ ഒരു ന്യൂ റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യും. താങ്ക് യു റാപ്പിഡ് ഫയറിൽ ഞങ്ങളോട് ചേർന്നത്.